സ്റ്റാർട്ടാക്കുന്ന വലിയ പണി. സെൽഫും എടുക്കില്ല. എത്ര തവണ ഇതിന് വർക്ക്ഷോപ്പിൽ കയറ്റുന്നു. പുതിയത് വാങ്ങിക്കാൻ പറഞ്ഞ അതിന് നടക്കുന്നില്ല. ഓ അമ്മേ ഒന്ന് വരോ? ഓ എനിക്ക് ഇന്നും ഇത് തന്നെയാണോ പണി? നീ 2 ദിവസം മുന്നല്ലേ മോളെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയത്, എന്നിട്ടും റെഡി ആയില്ല. എനിക്കൊരു പുതിയ വണ്ടി വാങ്ങിച്ചൂടെ മോളെ? ഇനിയിപ്പൊ പുതിയ വണ്ടി വാങ്ങിക്കാത്ത കുഴപ്പമുള്ളൂ, എല്ലാം തികഞ്ഞിരിക്കുക. അമ്മ പിടിച്ചേ. ഓ അമ്മ ഞാൻ ഇറങ്ങാണേ, സമയായി. എന്നാ മോളെ വരുമ്പോ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വാ. അമ്മ ഞാൻ രാത്രി വരുമ്പോ വാങ്ങിക്കാം. അയ്യോ രാത്രി കിട്ടിയിട്ടാകില്ല മോളെ, വീട്ടിലെ സാധനങ്ങളൊന്നുമില്ല. മോളൊരു കാര്യം ചെയ്യ്, സൂപ്പർ മാർക്കറ്റിൽ പണി കഴിഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങി തന്നിട്ട് പോ. അമ്മ എന്തേ പറയുന്നേ? എനിക്ക് 5 മണി കഴിയില്ല സൂപ്പർ മാർക്കറ്റിൽ പണി കഴിയാൻ. പിന്നെ 5:30 ആകുമ്പോഴേക്കും അത്തോളി പമ്പിൽ പണിക്ക് കയറണം. അതിനിടയ്ക്ക് സാധനം ഒന്നും കൊണ്ടുതരാൻ സമയം ഉണ്ടാവില്ല അമ്മേ. ഇവിടെ 2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, സാധനം വാങ്ങി തന്നിട്ട് പോയാ പോരെ മോളെ? എനിക്ക് വണ്ടി ഉള്ളതല്ലേ. 5 ഇവിടെ ഉള്ളതല്ല അമ്മേ, അവൾക്കിന്ന് ലീവല്ലേ. അത്രയ്ക്ക് അർജന്റ് ആണെങ്കിൽ അവളോട് പറഞ്ഞാ പോരെ. എല്ലാം എന്തിനാ എന്നോട് പറയുന്നേ? ഞാൻ വേണമെങ്കിൽ ബില്ല് ഷോപ്പിൽ കൊടുക്കാം. പിന്നെ ആ കുട്ടി ഇത്രയും ദൂരം നടന്നു പോയിട്ടില്ല സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരുന്നത്. അവൾക്ക് വണ്ടി ഉണ്ടോ? നിന്റെ അടുത്ത് എത്രയാ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്? നീ ഒരു കാര്യം ചെയ്യ്, സാധനങ്ങൾ വാങ്ങിച്ചു തന്നിട്ട് പോയാൽ മതി. പമ്പന്നല്ലേ, 5 മിനിറ്റ് വൈകുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. മോൾ എണീറ്റോ? ചേച്ചി പോയതാമ്മേ? ആ മോളെ, അവൾ ഇപ്പൊ പോയുള്ളൂ. അയ്യോ എന്റെ ഫോണില് ബാലൻസ് ഒന്നും തീരുമല്ലോ അമ്മേ. ഞാൻ അവളോട് പറയാൻ നിൽക്കുകയായിരുന്നു റീചാർജ് ചെയ്യണമെന്ന്. ആ സാരമില്ല മോളെ, ഞാനിപ്പോ അവളെ വിളിച്ച് പറയാ. എത്ര വയസ്സിന്റെയാ? 239 അമ്മേ. ആ ഞാനിപ്പോ പറയാം, നമ്മൾക്ക് ചായ കൊണ്ടുവരാം. അമ്മ സുമതി, നീ എങ്ങോട്ട് പോവാ? ഞാൻ രാധികന്റെ വീട്ടിലേക്ക്, അവളുടെ അമ്മയ്ക്ക് സുഖമാണ്, കുറെ ദിവസം കിടക്കണം, ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാ. അല്ല രാഘവേട്ടൻ എന്താ ഇങ്ങോട്ട്? ഞാൻ നിന്നെ കാണാൻ വരല്ലേ. എന്നെ കാണാനോ? എന്താ കാര്യം രാഘവേട്ടാ? അതെ, നല്ലൊരു ചെക്കൻ്റെ ആലോചന എന്റെ വന്നിട്ടുണ്ട്. ഡീസന്റ് ടീമാ, എനിക്ക് അറിയുന്ന ആൾക്കാരാ. അവർക്ക് ഒന്നും വേണ്ടെന്നാ പറയുന്നത്. നല്ലൊരു കുട്ടി മാത്രം മതി. അപ്പൊ ഞാൻ എവിടെയും പോയില്ല. ദേവുട്ടി എന്റെ മനസ്സിൽ വന്ന്. ചെറുപ്പം മുതലേ അവൾ കഷ്ടപ്പെടുന്നത് എല്ലാവരും കാണുന്നല്ലേ. ആ കുട്ടിക്ക് ഈ ബന്ധം കിട്ടിയാൽ അവൾ രക്ഷപ്പെട്ടു. പിന്നെ ഈ കല്യാണത്തിന് ബോക്കർ പീസൊന്നും വേണ്ടട്ടാ. ആ കുട്ടി അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. എവിടെയും പോയി രക്ഷപ്പെട്ടാ മതി. രാഘവേട്ടൻ എന്തറിഞ്ഞിട്ടാ പറയണത്? മൂപ്പര് ഞങ്ങൾ ഇട്ടിട്ട് പോയിട്ട് എത്ര കാലമായി. അതിനുശേഷം മോൾ 2-3 സ്ഥലത്ത് പണിയെടുത്തിട്ട് ഞങ്ങളുടെ കുടുംബം കഴിയണത്. വീട്ടിന്റെ ലോൺ ഉണ്ട്, ചെറിയ മോളുടെ പഠിപ്പ് കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം അവള് കൊണ്ടുവന്നിട്ടല്ലേ. ഇപ്പൊ അവളെ കടിച്ചയച്ച പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? എന്താ സുമതി ഈ പറയുന്നത്? കുടുംബം നോക്കാൻ വേണ്ടി കൂട്ടി പിടിച്ചിരുത്തുക? ഇപ്പൊ തന്നെ 28 വയസ്സ് കഴിഞ്ഞ ആൾക്ക് ഇനിയും പിടിച്ചെടുത്ത് നമുക്ക് ഇതേപോലെ നല്ല ആലോചന കിട്ടുമോ? ചെറിയവൾ ഇത്രയും പഠിപ്പിച്ചില്ലേ, ഇനി വല്ല പണിയെടുത്തിട്ട് പഠിക്കാൻ പറയും. പിന്നെ സുമതിക്ക് വല്ല പണിക്ക് വെക്കൂടെ? അല്ലാണ്ട് എല്ലാം കൂടെ ആ കുട്ടിയുടെ തലക്കൊണ്ട് വെച്ച് കിട്ടണം. ഞാൻ ഇതുവരെയായിട്ട് എവിടെയും പണിക്ക് പോയിട്ടില്ല. പിന്നെയാണല്ലോ ഇപ്പൊ ചെറിയ മോൾ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാ. അവൾ ജോലിക്ക് അയച്ച് പഠിക്കുന്നാലേ അവളുടെ ഉള്ള പഠിപ്പും പോകും. അതുകൊണ്ട് രാഘവേട്ട 2-3 വർഷത്തിന് കല്യാണ ആലോചനയായിട്ട് ആ വഴിക്ക് വരരുതേ. ഇവളൊക്കെ എന്താ അമ്മയാ? ആ കുട്ടിന്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം. എടാ ഇന്നും പുറത്തു പോകാനോ? ഇതും കൂടി കൂട്ടിയ 4ാമത്തെ ദിവസമായി ഈ മാസം കോളേജും കെട്ടിയത് നിന്റെ കൂടെ കറങ്ങാൻ വരുന്നത്. എടാ അടുത്ത മാസം എക്സാം ആടാ. വീട്ടിലറിഞ്ഞ എന്നെ കൊല്ലും. ആ ഞാൻ നോക്കട്ടെ, നീ എന്തായാലും ഇങ്ങോട്ട് വിളിക്കണ്ട. ശരി ശരി. മോളെ അഞ്ചു, നിനക്ക് 10 മണിക്ക് കോളേജിൽ പോയാ പോരെ? ഈ തുണികൾ ഒന്നും ഇടുവടാ, ചേച്ചി സമയമില്ലാത്തോണ്ടാ. ചേച്ചി ഇപ്പൊ ഞാൻ എണിച്ചിട്ടേ ഉള്ളൂ. ഇനി കുളിച്ച് ഡ്രസ്സ് മാറ്റുമ്പോഴത്തേക്ക് സമയാവും. ചേച്ചിക്ക് പണിക്കല്ലേ പോകണ്ടുള്ളൂ, അതിന് സമയത്തിന് പോകണമെന്നൊന്നും ഇല്ലല്ലോ. എനിക്ക് അതുപോലെയല്ല. എടാ നീ എന്തീ പറയുന്നത്? നീ നേരത്തെ പറയണ ഞാൻ കോളേജിൽ പോയില്ലായിരുന്നോ? അല്ല വണ്ടി എന്ത് പറ്റിയതാ? ഓ കംപ്ലൈന്റ് ആവാൻ പറ്റിയ സമയം. എന്ത്
ചേച്ചിന്റെ വണ്ടി എടുത്തിട്ടോ? ആ പാട്ട വണ്ടി കൊണ്ടാ ബീച്ചിൽ പോകുന്നത്? ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ആ ശരി. ചേച്ചി ഇന്നൊന്ന് വണ്ടി തരോ കോളേജിൽ പോവാൻ? അല്ല അഞ്ജു, നീ എപ്പോഴും ബസ്സിലല്ലേ കോളേജിൽ പോകുന്നത്, പിന്നെ നിനക്ക് എന്തിനാ വണ്ടി? ചേച്ചി ഒരു പ്രോജക്റ്റ് ഉണ്ട്, അപ്പൊ അതിന് മെറ്റീരിയൽ വാങ്ങാൻ പുറത്ത് വേണം. അപ്പൊ വണ്ടി ഉണ്ടെങ്കിൽ. അല്ല മോളെ, ചേച്ചിക്ക് 2 സ്ഥലത്ത് പണിക്ക് പോകേണ്ടതല്ലേ, വണ്ടി ഇല്ലാണ്ട് പറ്റില്ലടാ. പിന്നെ രാത്രി പമ്പിൽ നിന്ന് ഇറങ്ങാൻ വൈകും, പിന്നെ ബസ് അവിടെ നിന്ന് കിട്ടില്ല. അല്ല നീ എന്താ പറയുന്നത്? പമ്പ് അത്തോളി തന്നെയല്ലേ, ബസ് വീട്ടിലും ഓട്ടോനും വരണം. ആ കുട്ടി കോളേജിൽ പോയി വണ്ടി ചോദിച്ച് കൊടുക്കാതിരിക്കാൻ നീ എന്ത് മനസ്സാ ദേവിക നിന്റെ? നീ കൊണ്ടുപോയിക്കോ മോളെ. മോളെന്ന് വണ്ടി എടുത്ത് വെക്കോട്ടാ. എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഞായറാഴ്ചയല്ലേ, ചേച്ചി ഇവിടെ ഉണ്ട്. ശരി. അഞ്ജു, നീ എവിടെ പോയതാ? ചേച്ചി എനിക്കൊരു കോൾ വന്നപ്പോ ഞാൻ പുറത്തു പോയതാ. നിന്നെ കാര്യങ്ങൾ വിളിക്കണമെങ്കിൽ ഇവിടുന്ന് വിളിച്ചാ പോരെ, നീ എന്തിനാ പുറത്തു പോയി രഹസ്യം സംസാരിക്കുന്നത്? കൊറേ ആയി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല നീ ആരെയും വിളിക്കുന്നത്? എന്നെ ആര് വിളിച്ചാലും ചേച്ചിക്ക് എന്താ? കോളേജിൽ ഫീസൊക്കെ ചേച്ചി അടയ്ക്കുന്ന വേണ്ടേ, എന്നെ കൂടുതലായി ഭരിക്കാൻ നിൽക്കല്ലേ. കോളേജ് ആകുമ്പോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. അതെങ്ങനെയാ, കോളേജിന്റെ പടി ചവിട്ടിട്ട് വേണ്ടേ? +2 പഠിപ്പ് നിർത്തിയതല്ലേ. എന്താ ഇവിടെ പ്രശ്നം? നിങ്ങളുടെ സൗണ്ട് അവിടെ കേൾക്കുന്നുണ്ടല്ലോ. അമ്മ, എനിക്കൊരു കോള് വന്നപ്പോ ഞാൻ സംസാരിക്കാൻ വേണ്ടി പുറത്തു പോയി. അതിന് ഈ ചേച്ചി എന്തൊക്കെയാ പറയണെന്നറിയോ? അവൾ ആരെയും വിളിച്ചത് നിനക്ക് എന്താ ദേവികെ? അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ. അതെങ്ങനെയാ, വിദ്യാഭ്യാസം വേണ്ടേ? അല്ല ദേവികെ, നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ, നീ എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത്? ദേവികെ, ഒരു 3000 രൂപ അഞ്ജുന് ഫീസ് കൊടുക്കാനാ. അവളുടെ ഈ വർഷത്തെ കോളേജ് ഫീസൊക്കെ ഞാൻ നേരിട്ട് പോയി അടച്ചതാണല്ലോ, പിന്നെ ഇപ്പൊ എന്ത് ഫീസാ? അതൊന്നും എനിക്ക് അറിയില്ല മോളെ, അവൾ എന്തോ പറയുന്നോണ്ട് നീ ഞാൻ കൊടുക്ക്. അങ്ങനെ എന്തെങ്കിലും ഫീസ് ഉണ്ടെങ്കിൽ എന്റെ ഫോണിലേക്ക് മെസ്സേജ് വരുമല്ലോ. അമ്മ അനാവശ്യമായിട്ട് അവൾക്ക് പൈസ കൊടുത്ത് ഇങ്ങനെ വഷളാക്കല്ലേ, അല്ലെങ്കിൽ തന്നെ 5 പൈസ കയ്യിലെടുക്കാനില്ല. അമ്മനോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇവളോടൊന്നും ചോദിക്കാൻ നിൽക്കേണ്ടത്. 3000 രൂപയ്ക്ക് 100 കണക്ക് അവളുടെ അടുത്ത് ബോധിപ്പിക്കേണ്ടി വരും. ദേവികെ, അവളുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയില്ല അവൾ ചോദിക്കുന്നത്. നിനക്ക് 10-25 രൂപ ശമ്പളം ഇല്ലേ, അത് നീ എന്താക്കുക? അമ്മ തന്നെ പറയണം, ഈ വീട്ടിൽ എന്തൊക്കെ ചെലവുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാവുന്നല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞാൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ടമ്മേ. ഈ വീടിന്റെ ലോൺ അടയ്ക്കണം, അവളുടെ ഫീസ് അടയ്ക്കണം, പിന്നെ മാസം മാസം അവൾക്ക് പുതിയ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നില്ലേ. ഞാൻ ഒരു ഡ്രസ്സ് എടുത്തിട്ട് എത്ര മാസമായി നമ്മക്കറിയോ? ഈ വണ്ടി ഒന്ന് മാറ്റണം വേണ്ട കൊല്ലം കുറയായി. അതിനവിടെ ഈ വീട്ടില് ചെലവ് കഴിഞ്ഞിട്ട് വേണ്ടേ? കണക്കപ്പുള്ള കണക്ക് തുടങ്ങി. കണക്കല്ല അഞ്ജു, കാര്യം പറഞ്ഞതാ. നീ പറഞ്ഞില്ലേ ചേച്ചി കോളേജിൽ പോയിട്ടില്ല, വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെ. ഞാൻ +2 കഴിഞ്ഞ് പഠിപ്പ് നിർത്തിയതേ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാ, ഈ കുടുംബത്തിന് വേണ്ടിയാ. പക്ഷെ അതൊന്നും ആരും ഇപ്പൊ മനസ്സിലാക്കുന്നില്ല. സത്യം പറഞ്ഞ നിങ്ങൾക്കൊക്കെ വേണ്ടിയാ ഞാൻ എന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തത്. കണ്ടമ്മേ, അവൾ എല്ലാത്തിനും കണക്ക് പറയുന്നത്. ഇതിനേക്കാളും വേറെ പഠിക്കാതിരിക്കുന്നതായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ ഞങ്ങൾ ആരെങ്കിലും നിന്നോട് പറഞ്ഞോ? കുടുംബത്തിന് വേണ്ടി ചെലവാക്കാൻ കണക്ക് പറയുന്നോ? നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെയാണ് ജനിച്ചത്. നമ്മൾ മലയാളികളിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രവണതയാണത്.
അതായത് സ്വന്തം കാര്യം മറന്ന് നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നമ്മുടെ മക്കൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന ഇതുപോലത്തെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ നമ്മൾ നോക്കണം, അവർക്ക് വേണ്ടി പൈസ ചെലവാക്കണം, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. സ്വന്തം ജീവിതം ത്യാഗം ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ അവസാനം നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നൊരു വാക്കുണ്ട്, നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാനെന്ന്. ഇതുപോലത്തെ ഒരുപാട് അനുഭവസ്ഥ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക.